ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിരുന്ന വീഡിയോ നമ്മുടെ ബ്ലൗസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പാൻറ്റിൻ്റെയും ഒക്കെ ബോട്ടം ഭാഗം നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കാറുണ്ട്, കൈത്തൊന്ന് തുന്നിയെടുക്കാറുണ്ട്. അത് എങ്ങനെയാണ് തുന്നുകയെന്നും അത് എത്രത്തോളം വൃത്തിയോടുകൂടി നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ള കാണിച്ചു തരുന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. സൂചിയിൽ ഇതുപോലെ നൂല് കോർത്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ഇഴ വെച്ചിട്ടാണ് നമ്മൾ തുന്നിയെടുക്കുന്നത്. രണ്ടിഴ വെച്ച് തുന്നാറില്ല. ഒരു ഇഴ വെച്ച് തുന്നിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിയോടുകൂടി കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ സൂചിയിൽ നൂല് കോർത്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നൂലിനെ ഇതുപോലെ പിടിച്ചെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു നൂലിൻ്റെ ഈ ഒരു വശത്ത് നമ്മൾ കെട്ടിടുകയാണ്. ഇതെങ്ങനെയാണ് കെട്ടിടുക എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു നൂലിനെ ഇതുപോലെ നമ്മുടെ വിരലിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം ഈ ഒരു വിരലിനെ ചുറ്റുക. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഉരുട്ടിക്കൊടുക്കുക. ഇങ്ങനെ ഉരുട്ടിക്കൊടുത്ത ശേഷം ഇങ്ങനെ വലിച്ചാൽ നിങ്ങൾക്കിത് കറക്റ്റ് കെട്ട് കിട്ടും. ഇതുപോലെ കെട്ടിയിട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരിഴയിൽ മാത്രമാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിനി ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവാണ് നിങ്ങൾക്ക് വേണ്ടി തുന്നി കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കി തയ്ച്ചിട്ടുണ്ടാകും. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിടിക്കുക. ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് കയ്യെ ഇതുപോലെ വിരലിനെ ഈ ഒരു ഭാഗത്തേക്ക് ഇട്ടുകൊണ്ട് ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഈ ഒരു തൊട്ട സൈഡിൽ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് എമ്മിങ് തുടങ്ങേണ്ടത്. നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്ത് നമ്മൾ തുടങ്ങാൻ പാടില്ല. ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉൾവശത്ത് നിന്ന് മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ. നമ്മുടെ ലൂസിന് കണക്കായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങാൻ പാടുള്ളൂ. ഇവിടെ നിന്ന് തുടങ്ങാൻ പാടില്ല. കാരണം എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് അല്പം ലൂസ് വെക്കേണ്ടി വന്നാൽ നമുക്ക് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല. ഈ ഒരു സ്റ്റിച്ച് കഴിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഹെമ്മിങ് പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇവിടെ നിന്ന് തുടങ്ങുക. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുക, ഇവിടെ വെക്കുക. അതിനുശേഷം ആദ്യം ഇവിടെ ഒരു കെട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു പ്രാവശ്യം സൂചിയെ ഇതുപോലെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കെട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്നാണ് തുന്നിയെടുക്കേണ്ടത്. ഇങ്ങനെ കൂടുതൽ നമ്മുടെ അടിവശത്തുള്ള ഈ ഒരു തുണിയിൽ കൂടുതൽ പുറത്തേക്ക് നൂലുകൾ വരാതെ ഇതുപോലെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ തുന്നുക. ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കുക. ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടൈറ്റ് നമ്മൾ ഫസ്റ്റിലത്തെ ഒറ്റ വരിയിൽ തന്നെ കിട്ടുന്ന ഈ ഒരു ടൈറ്റാണ് നമ്മുടെ ഈ ഒരു ആവശ്യം. കൂടുതൽ പിന്നീട് വലിച്ച് ടൈറ്റ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ഒറ്റ വലിയിൽ കിട്ടുന്ന ടൈറ്റിൽ നിങ്ങൾ ടൈറ്റ് ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിത് ഈ ഒരു ഹെമ്മിങ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്തെ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ തുറന്നു വരാൻ പാടില്ല. കറക്റ്റായിട്ട് ഇതുപോലെ ടൈറ്റിൽ തന്നെ നിൽക്കണം. അതുപോലെ തന്നെ നമ്മുടെ അടിവശവും ഇതുപോലെ കിട്ടണം. ഒരു സൂചി കുത്തിയ ഒരു കല മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ കൂടുതലായി നൂല് കാണുവാൻ പാടില്ല. നമ്മൾ ഇവിടെ ഇങ്ങനെ തുന്നി എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇവിടെ ഇങ്ങനെ കുത്തി ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഈ ഒരു സൂചി നമ്മുടെ ചെവിയുടെ ഭാഗത്ത്, നമ്മൾ ഏത് ഭാഗത്തേക്കാണോ വലിക്കുന്നത് ആ ഭാഗത്തുള്ള നമ്മുടെ ചെവിയുടെ സൈഡിലേക്ക് ഈ ഒരു സൂചിയെ ഇതുപോലെ വലിച്ച് കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റ് ടൈറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഫിനിഷിങ്ങോടുകൂടി നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിയൂ. അല്ലാതെ പല ഭാഗത്തേക്കായി വലിച്ച് ടൈറ്റ് ചെയ്യരുത്. കറക്റ്റ് നമ്മുടെ ചെവിയുടെ ഭാഗത്തേക്ക് തന്നെ, ചെവിയുടെ സമീപത്തേക്ക് തന്നെ ഇതിനെ വലിച്ചുകൊണ്ട് അങ്ങനെ തന്നെ പഠിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കുത്തി സൂചി എടുക്കുന്ന സമയത്ത് ഈ ഒരു സൂചിയെ നമ്മുടെ കൈയുടെ ഇവിടെ കറക്റ്റ് ചെയ്യണം. ഇതുപോലെ കണ്ടോ, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ മാത്രം. കാരണം നമ്മുടെ സൂചിയുടെ മുന പുറത്തേക്ക് ഇതുപോലെ പിടിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും പിടിക്കുമ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്താൻ പാടില്ല. ഇങ്ങനെ കുത്തി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ കണ്ടോ ഇതുപോലെ കുത്തി എടുക്കണം. ഇങ്ങനെയാണ് തുന്നിയെടുക്കേണ്ടത്. ഇതുപോലെ നിങ്ങൾക്ക് നല്ല വൃത്തിയോടുകൂടി ഇങ്ങനെ തുന്നിയെടുക്കാവുന്നതാണ്. റൗണ്ടിൽ കൈ ഇതുപോലെ റൗണ്ടിൽ തുന്നി ഹെമ്മിങ് ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എത്തിയാൽ നമ്മുടെ ഇതുപോലെ തന്നെ തുടങ്ങിയ പോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിന് മുന്നേ നമ്മൾ ഈ ഒരു ഹെമ്മിങ് ചെയ്യൽ നിർത്തുക. ഇവിടെ നിർത്തുക. ഇതുപോലെ ഇവിടെ എന്നിട്ട്
ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ ഈ ഒരു തവണ ഇതുപോലെ സൂചിയെ ഇതുപോലെ കറക്കി എടുത്തുകൊണ്ട് ഇങ്ങനെ കറക്റ്റ് ടൈറ്റ് ചെയ്യുക ഇതുപോലെ തന്നെ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ കട്ട് ചെയ്യുക. ഇതുപോലെയാണ് നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള ലൂസിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ലൂസൊന്നും ആകാതെ ഈ ഒരു അടിവശവും കണ്ടോ നമുക്ക് നല്ല വൃത്തിയോടുകൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്ത് പഠിക്കേണ്ടത്. ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.